അങ്ങനെ ഈ അധ്യയന വർഷം സ്കൂളുകൾ തുടങ്ങി. ഇനി അങ്ങോട്ട് പരീക്ഷാ കാലത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഓണപരീക്ഷ എത്തി. കാക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, കൊല്ല പരീക്ഷ എന്ന് തുടങ്ങിയിട്ട് പരീക്ഷയുടെ ഒരു നീണ്ട ലിസ്റ്റ് വരാൻ പോവാണ്. പക്ഷേ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ അറിയേണ്ട മറ്റൊരുപാട് പരീക്ഷകളുണ്ട്. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള LSS പരീക്ഷ CM കിഡ്സ് എന്നുള്ള പേരിലേക്ക് മാറ്റി. CM കിഡ്സ് LP, CM കിഡ്സ് UP, NMMS പരീക്ഷ, മിടുക്കരായിട്ടുള്ള മാത്സിൽ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് ന്യൂമാറ്റ്സ് എന്ന് പറയുന്ന ഒരു പരീക്ഷ, ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്ന മറ്റു പരീക്ഷ. ഒരുപാട് പരീക്ഷകൾ പേര് പറയുന്നുണ്ട്. ഞാനൊരു ഇൻട്രോ പറഞ്ഞു തുടങ്ങിയിരുന്നു സർ. പക്ഷെ ഈ പരീക്ഷയ്ക്ക് ഭയങ്കര ഒരു ഓവർ ബേർഡൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു 4ാം ക്ലാസ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണ് സംഗതി. ആ കുട്ടി അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ സാറ് പറഞ്ഞതുപോലുള്ള ഇത്രയും എക്സാമുകൾ അവന്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഓവർ ബേർഡൻ ആയിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം. അപ്പൊ ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ ആണ്. 2 വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ടീച്ചേഴ്സ് എന്റെ കൂടെ ഉണ്ട്. 2 പേരും എക്സാൻവയിലെ ഫാക്കൽറ്റീസ് ആണ്. സോ 2 പേരോട് നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളെ വെറും കാക്കൊല്ല പരീക്ഷയും അരക്കൊല്ല പരീക്ഷയും കൊല്ല പരീക്ഷയും മാത്രം എഴുതിച്ചാൽ പോരാ, അവരെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യിക്കണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വേൾഡിലെ തന്നെ നമ്പർ 1 യൂണിവേഴ്സിറ്റീസിൽ അവരെ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. ഇനി ഇവരുടെ 2 ആളുടെയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാം. നിയാസർ എന്റെ കൂടെ ഉണ്ട്. നിയാസർ കുസാറ്റ് ഗ്രാജുവേറ്റ് ആണ്. ആൻഡ് അഷ്റ മാം എന്റെ കൂടെ ഉണ്ട്. അഷ്റ മാം ഡൽഹി യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണ്. സോ 2 പേരുടെ അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. സോ ഞാൻ ഒരുപാട് എക്സാമുകളുടെ പേര് പറഞ്ഞു. നിയാസർ പറഞ്ഞു ഇതൊരു ഓവർ ബേർഡൻ ആണ്, ഇതൊന്നും കുട്ടികൾ എഴുതേണ്ട ഒരു കാര്യമില്ല, കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോട്ടെ എന്നുള്ളതാണ് നിയാസറിന്റെ ഒപ്പീനിയൻ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ പലപ്പോഴും പല പാരന്റ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരെപ്പോഴും പറയുന്ന ഒരു കൺസേൺ ആണിത്. ഇത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരെ പഠിക്കാനുള്ള സമയത്തോടൊപ്പം തന്നെ കൂടുതലായിട്ട് അവർ എനർജറ്റിക് ആയിട്ട് കളിക്കേണ്ട ഒരു സമയമാണ്. ഇങ്ങനെയുള്ള എല്ലാ എക്സാമുകളും കൂടിയും അവരുടെ തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് കുട്ടിക്ക് ഒരു ഓവർ ബേർഡൻ ആവുകയും അത് കുട്ടി പിന്നെ എന്ത് ചെയ്യൂല, അവർക്ക് പഠനത്തോടുള്ള ഒരു ഇഷ്ടം കുറയാനാണ് ചാൻസ് എന്നാണ് പല രക്ഷിതാക്കളും പറയാറുള്ളത്. എന്താണ് അഷ്റ മാമിന്റെ ഒപ്പീനിയൻ? എന്റെ ഒപ്പീനിയൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 5 to 10 അല്ലെ, ക്ലാസ് 5 to 10 ഉള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ടാണ് കുറെ കോൺസെപ്റ്റ്സും പഠിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ കൂടെ തന്നെ ഇത്തരം എക്സാമുകളുടെ ആ ഒരു ക്വസ്റ്റ്യൻസും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ നന്നായിട്ട് ഉറയ്ക്കും, അത് ഉറപ്പാണ്. സോ ഈ ഒരു +1 +2 കഴിഞ്ഞ് നമ്മൾ എഴുതുന്ന JEE, NEET, CUET പലതരം പരീക്ഷകളുണ്ട്. ഇനിയിപ്പോ ഏതൊരു കോഴ്സ് എടുക്കണമെങ്കിലും പരീക്ഷ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. സോ അങ്ങനെയുള്ള എക്സാമുകൾക്ക് അവർക്ക് ഒരു 5 to 10 വരെയുള്ള ഈ ഒരു സമയത്ത് നടക്കുന്ന ഇതുപോലത്തെ CM കിഡ്സ് എക്സാം, അതുപോലെ ന്യൂമാത്സ്, അങ്ങനെ ഈ എക്സാമുകൾ, ഒളിമ്പ്യാഡുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന ഫ്രഷ് തോട്ട്സിന്റെ കൂടെ തന്നെ ഇത്തരം എക്സാമുകൾ അവർക്ക് എഴുതുമ്പോൾ, ഇനി അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും അത്തരം ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും അവർക്ക് ഓക്കെ, ഭാവിയിൽ അത് അവർക്ക് പിന്നീട് വീണ്ടും ഒരു പുതിയ ടോപ്പിക്കായിട്ട് പഠിക്കുന്ന പോലെ തോന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മളിപ്പോ +1 +2 ഈ ഒരു സമയം നന്നായിട്ട് പഠിപ്പിച്ച് NEET JEE എഴുതാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഈ ഒരു എക്സാമുകളോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഫൗണ്ടേഷൻ കോഴ്സുകളൊന്നും ചെയ്യാതെ പിന്നീട് നമുക്ക് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഇതൊരു ഓവർ മാറുന്നത്. ഈ സൂയിസൈഡ് കേസുകളൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് ഒക്കെ അതുകൊണ്ടാണ്. കാരണം കുട്ടികൾ ആ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിനോട് അപ്പോഴാണ് അവര് പരിചയപ്പെട്ട് വരുന്നത്. റീസെന്റ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പത്രക്കുറിപ്പല്ല, ഒരു റൈറ്റപ്പ് വായിച്ചിരുന്നു. ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടറുടെ ഒരു റിപ്പോർട്ടാണ്, അദ്ദേഹത്തിന്റെ ഒരു റൈറ്റപ്പ് ആണ്. അദ്ദേഹം പറയുന്നത് റീസെന്റ് ജൂൺ 21 റീനീറ്റ് എക്സാം പ്രഖ്യാപിച്ചു. അതായത് നീറ്റ് പരീക്ഷ ആദ്യം നടന്നു, 23 ലക്ഷത്തോളം കുട്ടികൾ എഴുതി. അത് ഒന്നടങ്കം NTA ക്യാൻസൽ ചെയ്തു, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ NTA പ്രഖ്യാപിക്കുന്നു, നീറ്റ് നടത്തുന്നു എന്നുള്ളത്. അങ്ങനെ നീറ്റ് പ്രഖ്യാപിച്ച വാർത്ത അറിഞ്ഞത് കേട്ടുകൊണ്ട് 4-5 നീറ്റ് ആസ്പിറൻസ് സൈക്യാട്രിസ്റ്റിനെ കാണാൻ വരികയാണ്. അതായത് 1-2 വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന നീറ്റ് പരീക്ഷയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവർ. പെട്ടെന്ന് അവർ നന്നായിട്ട് സ്കോർ ചെയ്തു നീറ്റ് പരീക്ഷയിൽ, പക്ഷേ എക്സാം ക്യാൻസൽ ചെയ്തു, റീനീറ്റ് പ്രഖ്യാപിച്ചു, വീണ്ടും പരീക്ഷ എഴുതണം എന്ന് അവർ അറിഞ്ഞൊരു വാർത്ത കേട്ടുകൊണ്ട് അവർ പെട്ടെന്ന് മെന്റലി ഡിപ്രസ്ഡ് ആയിട്ട് ഡൗൺ ആയിട്ട് സൈക്യാട്രിസ്റ്റിനെ കാണാൻ വന്നതാണ്. സത്യത്തിൽ ഈ ഒരു പോയിന്റിൽ അഷ്റ മാം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് +1 +2 എന്ന് പറയുന്ന ഒരു പീരീഡിൽ, അല്ലെങ്കിൽ ഒരു റിപ്പീറ്റിംഗ് എന്ന് പറയുന്ന റിപ്പീറ്റിംഗ് എന്ന് പറയുന്ന ഒരു 6 മാസം, ഒരു വർഷം, 1.5 വർഷം പീരീഡിൽ കുട്ടി മറിയുന്ന ഒരു കെട്ടിമറിച്ചിലുണ്ട്. അതാണ് ശരിക്കും ഓവർ ബേർഡൻ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വളരെ നേരത്തെ തന്നെ തുടങ്ങി കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആകുമെന്നാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ അതിന് ട്യൂഷൻ പോരെ, എന്തിനാണ് ഇപ്പോൾ അതിനു വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ടോ? നമുക്കിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. ആ ട്യൂഷൻ ഉപയോഗിച്ചാൽ തന്നെ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ എക്സാമുകളൊക്കെ വിൻ ചെയ്യാൻ കഴിയൂല. ഇപ്പൊ നമ്മൾ എക്സാൻവൈ ലേണിംഗ് ബേസിക്കലി ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അറിയാത്ത ആളുകൾക്ക് അതൊരു ഇൻഫർമേഷൻ ആണ്. ഇത് ഒരു മാർക്കറ്റിംഗ്, ഒരു സെയിൽസ് അഡ്വർടൈസ്മെന്റ് വീഡിയോ അല്ല, ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന സംഗതിയാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ വേണ്ട, ട്യൂഷൻ പോകണ്ട, ട്യൂഷൻ നിങ്ങൾ വിടണ്ട. പകരം നിങ്ങൾ വിടേണ്ടത് ഫൗണ്ടേഷൻ പ്രോഗ്രാമിനാണ്.
അപ്പൊ അശ്രാമ ഫൗണ്ടേഷന് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്തിരുന്നോ ചെറിയ പ്രായത്തിൽ? യെസ്, ചെറിയ പ്രായത്തിൽ ഈ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുമ്പോൾ, അതായത് ഞാൻ പറയുക ട്യൂഷൻ ഫൗണ്ടേഷൻ, ഇതാണല്ലോ മെയിൻ ഒരു പ്രശ്നം. ഈ ട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. എന്തിനു മാർക്ക് കിട്ടും? ഈ കാക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ ഒക്കെ ഫുൾ A+, 100%, 1200, ഞാനൊക്കെ 1200 കിട്ടിയ ആളാണ്. അങ്ങനെയൊക്കെ ഫുൾ മാർക്ക് കിട്ടിയ ആളാണ്. അതെ, അങ്ങനെ കിട്ടുമായിരിക്കാം. അത് മിക്ക ട്യൂഷൻസിനും സാധിക്കും, നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക്. പക്ഷെ അതേ കുട്ടികൾ തന്നെ എത്രയോ ഫുൾ A+ കിട്ടുന്ന കുട്ടികളുണ്ട് +2. അത്രയും ആൾക്കാർ ജെയും നീറ്റും ക്ലിയർ ആയിട്ട് നമ്മൾ കാണുന്നില്ല. ഉണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു പെർസെന്റേജ് നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് മറികടക്കാനാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ കോഴ്സ് മുന്നിലേക്ക് വെക്കുന്നത്. അവർ പഠിക്കുന്ന അതേ കാര്യങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ആ കോൺഫിഡൻസ് നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം. സോ ദാറ്റ് ഈസ് വാട്ട് മേക്സ് ഫൗണ്ടേഷൻ ട്യൂഷൻസ്. ഇപ്പൊ അശ്രാ മാമും ഞാനൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഞാൻ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എന്റെ ക്ലാസ്സിൽ ഒരുപാട് അന്യ സംസ്ഥാനക്കാരുണ്ട്. നമ്മളൊക്കെ നമ്മുടെ നാട്ടില് ബംഗാളികളും തമിഴന്മാരൊക്കെ പണിയെടുക്കാൻ വരും. നമ്മൾ വിചാരിക്കും അവര് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്നൊക്കെ. പക്ഷെ ഈവൻ JEE IITസിലൊക്കെ പ്രവേശനം നേടുന്ന ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ തമിഴ്നാട്ടുകാര് നമ്മളെക്കാൾ 4 ഇരട്ടി കൂടുതലാണ്. രാജസ്ഥാനുകാര് നമ്മളെക്കാളും 10-16 ഇരട്ടി കൂടുതലാണ്. ബംഗാളിലെ കുട്ടികളൊക്കെ നേരത്തെ തന്നെ സിവിൽ സർവീസിനും കോമ്പറ്റീറ്റീവ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ ഡെസ്കില്, എന്റെ ബെഞ്ചില് ഞങ്ങൾ 5 പേരായിരുന്നെങ്കിൽ 5 പേരും 5 സംസ്ഥാനക്കാരാണ്. തമിഴ്നാട്ടുകാരുണ്ട്, ഉത്തർപ്രദേശുകാരുണ്ട്, ഹരിയാനക്കാരുണ്ട്. ഒരാൾ ഇപ്പൊ IPS ഉദ്യോഗസ്ഥനാണ്, ഒരാളൊരു സബ് കളക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇവരോട് സംസാരിക്കുമ്പോൾ അവർ മനസ്സിലാകുന്നത് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ 5ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് മുതലൊക്കെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം. ഇനി ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിലും അവരുടെ പാരന്റ്സ്, അവരുടെ ടീച്ചേഴ്സ് അവർക്ക് കൃത്യമായിട്ടുള്ള ട്രജക്ടറി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അശ്രാ മാമിനും അതേ സിമിലർ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ മതി അല്ലെ? ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ IITs പഠിച്ചിട്ടുള്ള, അപ്പോൾ അജ്മൽ സർ പറയുന്ന ഒരു സ്ഥിരം എക്സാമ്പിൾ ഉണ്ട്. സാറിന്റെ റൂംമേറ്റ് ശ്രീധർ എന്ന് പറയുന്ന റൂംമേറ്റ് ഉണ്ടായിരുന്നു. ശ്രീധറിന്റെ കസിൻ IIT പ്രിപ്പറേഷൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ അജ്മൽ സർ ചോദിക്കുകയാണ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ 3ാം ക്ലാസ്സിലാണ് എന്ന് പറയുന്ന ഒരു അനുഭവം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഒരു കഥ മാത്രമല്ല, മറ്റു സംസ്ഥാനക്കാരൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളികള് പിറകിലായി പോകാനുള്ള കാരണം നമ്മൾ ഇതൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് അറിയുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പോ എക്സാം ബൈ ലേണിംഗിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ IITs NITs ഇത് പ്രീമിയർ സ്റ്റുഡിയോ പഠിച്ചിറങ്ങിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെ ഇപ്പോൾ ഒരു 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് കുട്ടികളുടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം പ്രീമിയർ സ്റ്റുഡിയോ പഠിച്ചിറങ്ങിയ, അല്ലെങ്കിൽ മറ്റു വല്ല ജോലിക്കൊക്കെ പോകേണ്ട ആളുകളാണോ ശരിക്കും ഇതിൽ പഠിപ്പിക്കേണ്ടത്? അവർ ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ അല്ലേ? അവർക്ക് ഈ കുട്ടികളുടെ ഈ ഒരു സൈക്കോളജി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവുമോ? അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ളവരാണ് പഠിപ്പിക്കുന്നത്? അത് നമുക്ക് സാധാരണ നമ്മൾ BEd ഒക്കെ കഴിഞ്ഞിട്ടുള്ള നാട്ടിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ പോരെ? ഇത്ര വലിയ മീൻസ് നമ്മളൊരു ഡിഗ്രി ലെവലൊന്നുമല്ലല്ലോ പഠിപ്പിക്കുന്നത്, UP ആൻഡ് ഹൈസ്കൂൾ ലെവലൊക്കെ അല്ലേ? അപ്പൊ അതില് എങ്ങനെയാണ് ഇപ്പൊ എക്സാം ബൈ ലേണിംഗ് വ്യതിരിക്തമാകുന്നത്? എന്താണ് അശ്രാമിന് തോന്നുന്നത്? ഇപ്പൊ ഇത്രയും വലിയ പ്രൊഫൈലുള്ള ആളുകൾക്ക് ഇങ്ങനെ കോമ്പറ്റീവ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് അവര് വേറെ എല്ലാ ജോലിക്ക് പോട്ടെ. അതിന്റെ ഒരു ലോജിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാമുകൾ ക്ലിയർ ചെയ്ത ആൾക്കാരാണ് അവര്. ഇപ്പൊ ഞാനൊക്കെ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തി നമുക്ക് അവിടെ എത്തുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള പല കുട്ടികൾക്കും ഈ ഒരു വഴി അറിയില്ല. അവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഫാക്കൽറ്റീസും. സോ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എഴുതിയ ആൾക്കാർക്ക് അവരെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കും. പല വഴികളും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് മാത്രമല്ല, പല കരിയേഴ്സ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരാണ് അവിടെയുള്ള എല്ലാ ഫാക്കൽറ്റീസും. സോ അവരെ അത്രയും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റും. യെസ്. അപ്പൊ എന്തായാലും കുട്ടീനെ ഒരു എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം എന്ന് മാത്രമല്ല, കുട്ടിക്ക് എന്ത് മേഖലയാണോ താല്പര്യം, ഹ്യൂമാനിറ്റീസ് മേഖലയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് മേഖലയാണെങ്കിൽ കൊമേഴ്സ്, ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി നമ്മുടെ എയിം എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് കുട്ടിക്ക് നല്ലൊരു കൺസെപ്റ്റുവൽ നോളേജ് കൊടുക്കുക, ചെറിയ പ്രായത്തിൽ നന്നായിട്ട് ഫണ്ടമെന്റൽ കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കുട്ടിയുടെ ഒരു കരിയർ മേഖല ഏതാന്ന് കുട്ടിയെ തീരുമാനിക്കട്ടെ. അങ്ങനെ ഒരു കുട്ടിയുടെ ഒരു കരിയർ ഗൈഡൻസ് എന്നുള്ള സംഗതി കൂടെ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ എൻറോൾ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഞാൻ പറയട്ടെ, ഇതൊക്കെ ഭയങ്കര ഫീസ് കൂടുതലല്ലേ? ഇതിനാണ് ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത്രയും 10,000 ഫീസ് കൊടുത്തിട്ട് ചേർക്കുന്നുള്ളത് അല്ലെ? നമ്മുടെ ഒരു ഫീസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു 18,000 രൂപ മുതൽ 25,000 രൂപ വരെ ഒരു ആനുവൽ ഫീസ് വരുന്നത്. ട്യൂഷനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അതൊരു ചോദ്യമാണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ ഇത്ര വലിയ ഫീസ് ഒക്കെ കൊടുത്തിട്ട്? ഓക്കെ, നമ്മളിപ്പോ ഈ ഫീസ് ചെലവാക്കണ്ട. എന്നാൽ ഈ +1 +2 കഴിഞ്ഞാൽ ഈ എക്സാമുകൾ കുട്ടികൾ എഴുതണല്ലോ, നീറ്റ്, JEE, CUET, ഇനി അതർ എക്സാംസ്. അപ്പോൾ എത്ര ചെലവാക്കേണ്ടി വരും സാർ? റിപ്പീറ്റിന് ഇപ്പൊ പൊതുവെ ഒരു സ്ഥാപനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപ പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടി വരാണെങ്കിൽ പിന്നെയും കൊടുക്കണം. ആ ഒരു പൈസ വെച്ച് ഇപ്പം കമ്പയർ ചെയ്ത് നോക്കിക്കേ, ഒരു 18,000 25,000 ഇയർലി.
അപ്പം വലിയൊരു ഡിഫറൻസ് വരുന്നത്. ഇനിയിപ്പോ റിപ്പീറ്റ് ചെയ്തു നല്ലൊരു സ്കോർ ഒന്നും കിട്ടിയില്ല എങ്കിൽ ഒരു പ്രൈവറ്റ് കോളേജിൽ ചേരുകയാണെങ്കിൽ അവിടെ ലക്ഷങ്ങളും കോടികളൊക്കെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എയിംസ് ഉണ്ടല്ലോ ഇന്ത്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജാണ്. നിങ്ങൾക്ക് ഓഡിയൻസിന് ഒരു ചോദ്യമായിട്ട് ചോദിക്കാം, എയിംസിൽ പഠിച്ചൊരു ഡോക്ടർ ആവാൻ എത്ര ഫീസ് വേണ്ടി വരും? സാറോട് ചോദിക്കാം. എത്ര വേണ്ടി വരും? ഒരു 1 ലക്ഷം 1.5 ലക്ഷം? ഒരു ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പെട്ട ഒന്നല്ലേ, നല്ലൊരു ലക്ഷങ്ങൾ വേണ്ടി വരും. യെസ്, നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളിൽ വ്യത്യസ്ത ജില്ലകളിലായിട്ട് നമ്മളൊരു പാരന്റ് സെഷൻ നടത്തിയപ്പോഴും ഇതേ ചോദ്യം ചോദിച്ചു. വലിയ വലിയ ലേലം വിളിക്കുന്ന പോലെയൊക്കെയാണ് ഉത്തരങ്ങൾ വന്നിരുന്നത്. 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ 6000 രൂപ മതി 5 വർഷത്തെ MBBS പഠനം എയിംസ് ഡൽഹിയിൽ നിന്ന് പഠിച്ചിറങ്ങാൻ. 1200 രൂപക്ക് അവിടെ ഒരു വർഷം MBBS പഠിക്കാൻ കഴിയും. അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് എന്നൊക്കെ പറഞ്ഞാൽ 18 രൂപ 21 രൂപയൊക്കെയാണ്. സത്യം പറഞ്ഞാൽ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ, ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ, സ്കോളർഷിപ്സ് കൊടുക്കാനൊക്കെ ഗവൺമെന്റും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ അവസരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ രക്ഷിതാക്കളും ഒന്നും അവെയർ അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ കുട്ടികൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവർക്ക് ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാം പെട്ടെന്ന് തന്നെ എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് ഈ ഡിസ്കഷനിലൂടെ നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇപ്പൊ ഏതെങ്കിലും എക്സാമുകൾ അപ്ലൈ ചെയ്യാനുള്ളതുണ്ടോ? സ്കൂൾ കുട്ടികൾക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് റേഞ്ചിലൊക്കെ ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഏതെങ്കിലും എക്സാമുകൾ ഇപ്പോൾ അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളതുണ്ടോ? ഇനിയിപ്പം NSMCയുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണ്. XNY ലേണിംഗും ഹിന്ദു സ്കൂളും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ചാമ്പ്യൻഷിപ്പ്, ഒരു നാഷണൽ ലെവൽ നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് ആണ്. അപ്പൊ അതില് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തുന്ന എക്സാം ആണ്. ഇപ്രാവശ്യം ഔട്ട്സൈഡ് കേരള, ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂരിലുള്ള കുട്ടികളൊക്കെ എഴുതുന്ന ഒരു നാഷണൽ ലെവൽ എക്സാം. ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ NSMC പോലുള്ള എക്സാം എന്ന് വെച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 വർഷം മുന്നേ NTSC എന്ന് പറയുന്ന എക്സാം ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവും, മിനി സിവിൽ സർവീസ് എക്സാം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഈ NTSC എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവൽ എക്സാം ആണ്. കുട്ടികൾക്ക് ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് എക്സാം എഴുതാം. കുട്ടികളുടെ ഒരു റേഞ്ച് എവിടെയാണ്, കുട്ടിക്ക് ഏത് റാങ്ക് കിട്ടും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ NTSC ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തു. KVPY എന്ന് പറയുന്ന എക്സാം ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തു. ഇങ്ങനെ ഒരുപാട് എക്സാമുകൾ, നാഷണൽ ലെവൽ എക്സാമുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ തീരുമാനിച്ചു നാഷണൽ ലെവലിലെ കുട്ടികളുടെ സയൻസ് മാത്സ് ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ എക്സാം കഴിഞ്ഞ 3-4 വർഷം 4ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കും. പിന്നെ ബേസിക്കലി നമ്മൾ ഒരുപാട് കോച്ചിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. NMMS എന്തൊരു കോച്ചിങ്ങിന്റെ കാര്യം കേട്ടിരുന്നു. NMMS കോഴ്സിന് നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണോ അതെല്ലാം കവർ ചെയ്ത് ലൈവ് സെഷനുകൾ കൊടുക്കുന്നുണ്ട്. 1-to-1 മെന്റർഷിപ്പ് എല്ലാം കൊടുക്കുന്നുണ്ട് വളരെ ചെറിയ ഫീസിൽ. സോ എല്ലാ ഈ എക്സാമുകൾ ഉണ്ടാകുമ്പോൾ പാരന്റ്സിന് ഒരു ഡൗട്ടാണ്, എങ്ങനെ എന്താ പഠിപ്പിക്കേണ്ടത് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ തന്നെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട് ഇങ്ങനൊരു NMMSന്റെ ഒരു കോച്ച്. അപ്പൊ എല്ലാവർക്കും NMMS അപ്ലൈ ചെയ്യാൻ കഴിയില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ലിമിറ്റ് ഉണ്ട്. അപ്പൊ ആ ലിമിറ്റിന് താഴെയുള്ള ആളുകൾക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ കഴിയുക. അപ്പൊ NMMSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എക്സാൻവേയുടെ NMMS കോച്ചിങ്ങിന് എൻറോൾ ചെയ്യാം. ഇത് ബേസിക്കലി ഫ്രീ ആയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ ഫ്രീ ക്ലാസ്സുകളുടെ പ്രശ്നം സ്ട്രക്ചേർഡ് ആയിരിക്കില്ല ഉണ്ടാവുക. ഒരു ഷെഡ്യൂൾ ഉണ്ടാവില്ല, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും കുട്ടികൾ പല പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ കോച്ചിങ്ങിന്റെ ഭാഗമാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി മിടുക്കനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ട്യൂഷൻ അല്ല വേണ്ടത്, ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച തുടങ്ങിയത് 2 വ്യത്യസ്ത അഭിപ്രായക്കാരായിരുന്നു. ഇപ്പൊ ഏകദേശം 2 പേരും ഏകദേശം ഒരു പോയിന്റിൽ എത്തിയെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു പോയിന്റ് എത്തിച്ചു എന്ന് പറയുന്നത് നന്നാവുക. അപ്പൊ ഈ രൂപത്തിൽ പാരന്റ്സിനെ കൂടെ ഈ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്ന ലക്ഷ്യത്തിലാണ് എക്സാൻവേ ലേണിംഗിൽ ടീം ഒന്നടങ്കം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ടീം എന്ന് പറയുന്നത് ഫാക്കൽറ്റി ടീം എല്ലാവരും IIT, NIT ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകളാണ്. ഡോക്ടേഴ്സ് ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സയൻസ് റിസർച്ചിനൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്കാണ് ഐസർ ഗ്രാജുവേറ്റ്സ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വളരെ വൈഡ് റേഞ്ചിലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നൊക്കെ പാസ് ഔട്ട്സ് ആയിട്ടുള്ള ആളുകൾ കുട്ടികളെ പഠിപ്പിക്കാൻ എത്തുന്നു. എന്തിനാന്ന് വെച്ചാൽ കുട്ടികൾക്ക് കാക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, മുക്കാക്കൊല്ല പരീക്ഷ മാത്രമല്ല വേണ്ടത്, അവർക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിന്റെ എക്സ്പോഷർ കിട്ടണം. നാഷണൽ ലെവലിൽ +2 കഴിഞ്ഞിട്ട് അവർ അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാമുകൾക്ക് ഒരു ഏർലി പ്രിപ്പറേഷൻ അവർക്ക് കിട്ടണം എന്നുള്ള ബോധത്തിലാണ്. തീർച്ചയായിട്ടും പാരന്റ്സിന് നമ്മളെ മക്കൾക്ക് കൊടുക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ആക്ച്വലി എന്ന് തോന്നുന്നത് അല്ലെ. കുട്ടികൾക്ക് നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പഠനത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്യാം.